പിന്നീട് ഇത് ബിസിനസ്സിലേക്ക് വളരുകയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു മൈജി ഷാജി എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയും വളരുമെന്നുള്ള പ്രതീക്ഷിക്കാതെയാണ് ഒരു ഷോപ്പിലേക്ക് വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ഡീലിങ്സ് ഇഷ്ടപ്പെടുന്ന ഈ ആരാണ് ആളുകളുണ്ടല്ലോ, ആ ആളുകൾ പെട്ടെന്ന് വരുന്ന ഷോപ്പിലേക്ക് തുടങ്ങാനുള്ള പ്രചോദനം അവർ തന്നെയാണ് നമുക്ക് തരുന്നത്. ബിസിനസ് മൊബൈൽ ഷോപ്പ് എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരാനുള്ള കാരണം വേറെ എന്തൊക്കെ ബിസിനസ് ഉണ്ടായിരുന്നു? മൊബൈൽ ഫോണിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഏരിയയിലേക്ക് വന്നത്. ഇത് നമുക്ക് ഭാവിയിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റികളിൽ ആൾക്കാർ സാധ്യതകൾ 100% സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണ് ഇതിനെ. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ ബാപ്പിച്ചിയാണ്. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്ന കുറച്ച് സ്ഥാപനങ്ങൾ തുടങ്ങണമെന്നുള്ള രീതിയിലാണ് ആദ്യത്തെ സ്ഥാപനം മുതൽ നമ്മൾ തുടക്കം കുറിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 10ാമത്തെ ഷോറൂമിൽ നിന്നാണ് ഞാനൊരു ഗോള് സെറ്റ് ചെയ്യുന്നത്. ഞാൻ പല ഇൻ്റർവ്യൂസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് വളരെ സക്സസ് ആയി. തൊട്ടടുത്ത ജില്ലയായ വയനാട്ടിലേക്ക് നമ്മൾ സ്ഥാപനം തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് 10 ഷോറൂംസ് ആയിരുന്നു. അപ്പോൾ ആ 10 ഷോറൂംസ് തുടങ്ങുന്ന സമയത്താണ് എനിക്ക് കേരളത്തിലുടനീളം എല്ലാ 20 കിലോമീറ്ററിലും ഷോറൂമുകൾ തുടങ്ങണമെന്നും ഏകദേശം 1000 പേർക്ക്, വാപ്പിച്ചി എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കെന്നുള്ളത് 1000 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യം, അല്ലെ വലിയൊരു സ്വപ്നമായിരുന്നു അത്. 700 കോടി വിറ്റുവരവുള്ളൊരു കമ്പനിയാക്കി മാറ്റുക എന്നുള്ളത്. 100 ഷോറൂമും 700 കോടി വിറ്റുവരവും അതോടൊപ്പം തന്നെ 1000 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള വലിയൊരു ഒരു സ്വപ്നം കാണാൻ തുടങ്ങി. ആ സ്വപ്നം ഞാൻ എൻ്റെ ഒരു ഗോളാക്കി. ആ ഗോളിലേക്കുള്ള യാത്രയായി. അത് 100-ലധികം ഷോറൂം, ഇപ്പം 110 ഷോറൂംസ് മൈജിക്കുണ്ട്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും മൈജിക്ക് ഷോറൂംസ് ഉണ്ട്. ഈ വാപ്പിച്ചി ആണല്ലോ, വാപ്പിച്ചിയുടെ ഒരു പ്രചോദനമാണല്ലോ നമ്മൾ ബിസിനസ്. വാപ്പിച്ചിക്ക് എന്തൊക്കെ ബിസിനസ് ആയിരുന്നു? വാപ്പിച്ചിക്ക് ട്രാൻസ്പോർട്ടും റിയൽ എസ്റ്റേറ്റും ഒക്കെ ആയിരുന്നു ബിസിനസ്. വാപ്പിച്ചി ഇന്ന് ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി 12 വർഷമായി. അപ്പം അതെനിക്ക് തന്ന ഒരു മോട്ടിവേഷനും എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തെന്നാൽ അത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട്. കാരണം നമ്മൾക്ക് കിട്ടുന്ന, നമ്മളെ കൂടെ നിൽക്കുന്ന എൻ്റെ ജോലിക്കാരെന്ന് പറയുന്നത് എൻ്റെ പാർട്ട്നേഴ്സാണ്. ഞാൻ അവരെ പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പം എൻ്റെ വാപ്പിച്ചി തന്ന ഒരുപാട് അഡ്വൈസുകളിൽ ഒന്നാണത്. കാരണം കൂടെ നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ കൂട്ടിപ്പിടിക്കണം എന്നാണ് പറയാം. കാരണം അവരുണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇപ്പോൾ എനിക്ക് 2580 പേര് എൻ്റെ പാർട്ട്നേഴ്സായി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 110 ഷോറൂംസായി. ഏകദേശം 700-ൽ നിന്നും മാറി 3000 കോടിയിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ വാപ്പിച്ചി ഇപ്പം ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. വാപ്പിച്ചി ഉള്ള സമയത്ത് എത്ര ഷോപ്പായിരുന്നു നമുക്കുണ്ടായിരുന്നത്? അറൗണ്ട് വാപ്പിച്ചി മരിക്കുന്ന സമയത്ത് എനിക്ക് 23-25 ഷോറൂംസ് ഉണ്ട്. 25 ഷോപ്പിലേക്ക് വാപ്പിച്ചി മരിക്കും. വാപ്പിച്ചി അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നമ്മുടെ വാപ്പിച്ചി അവസാനമായി പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർത്തെടുക്കുകയാണെങ്കിൽ എന്ത് ഓർത്തെടുക്കാൻ പറ്റും? നമ്മൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അഹങ്കാരം ഒരിക്കലും പാടില്ല. നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, ജോലി ചെയ്യുന്നവർ മാത്രമല്ല, നമ്മളെ സമൂഹത്തിനോട്, അതേപോലെ നമ്മുടെ കുടുംബത്തിനോട്, നമ്മളെ തൊട്ട് നിൽക്കുന്ന എല്ലാവരോടും ഒരു കടപ്പാടും കടമയാണ്. കാരണം ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് വാപ്പിച്ചി എപ്പോഴും പറയാറ്. ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ഒരു ടീം വർക്ക് ഉണ്ടെങ്കിലേ അത് സാധിക്കൂ. അതുകൊണ്ട് തന്നെ അതിലെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. അപ്പോൾ ആ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ നിന്നിലുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടുന്ന് 30 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് എൻ്റെ നാട് താമരശ്ശേരി പരപ്പുംപോയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഓഫീസിലേക്ക് 30 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഡെയിലി ഞാൻ യാത്ര ചെയ്യാം. എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെയാണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ കോഴിക്കോട് വീടുണ്ട് ഓൾറെഡി, അപ്പോൾ താമസിക്കും. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ ഉമ്മച്ചിയും അവിടെ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷമൊക്കെ തന്നെ ഒരു സ്പെഷ്യൽ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഈ നാടിനെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ഇന്നാൾ വന്നപ്പോൾ വിളിച്ചപ്പം ഓണാഘോഷ പരിപാടിയിലേക്കാണ്. അത് രാത്രിയും നാട്ടുകാരോടൊപ്പം ചേരാണ്. നാടാണ് നമ്മളെ വളർത്തിയത്, നമുക്ക് എന്നും മറക്കാൻ പറ്റില്ലല്ലോ ആ നാട്. ഈ വാപ്പിച്ചി പറഞ്ഞ പോലെ പറഞ്ഞ അവസാന വാക്കുകൾ ഇതാണ് എന്നും ഓർമ്മയിൽ എടുക്കുന്നതെന്ന് പറഞ്ഞു. എത്ര ജ്യേഷ്ഠന്മാരാണ്, സഹോദരിമാർ, എങ്ങനെയാണ് കുടുംബത്തിൽ? ഞങ്ങൾ 7 പേരാണ്. 3 ബ്രദേഴ്സ് ഉണ്ട്, അവരെല്ലാം പുറത്താണ്. 3 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരെല്ലാം കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലാണ്. ഇവരൊക്കെ ബിസിനസ്സിലേക്ക് ഒന്നുമില്ല? ഇല്ല. മൈജി എന്ന് പറഞ്ഞ AK ഷാജിയുടെ മാത്രമാണ്? മൈജി AK ഷാജിയുടെ മാത്രമാണ്. ബ്രദേഴ്സ് ഒന്നും ഇതിനകത്ത് ഇല്ല. അവർക്കൊക്കെ ബിസിനസ് ആണോ അതോ ജോലികളാണോ? അല്ല, ബിസിനസ്സാണ്. അവരൊക്കെ ഏത് മേഖലയിലാണ് ബിസിനസ് ചെയ്യുന്നത്? അവരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, കാർഗോ ഉണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകളിലാണ്.
അവരുടെ കുട്ടികൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ പെങ്ങളെ മകനുണ്ട്, അതേപോലെ ജ്യേഷ്ഠൻ്റെ മകനൊക്കെ ഇപ്പോൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഇതിലേക്ക് ഓൾറെഡി ഉണ്ട്. അവരൊക്കെ പഠിപ്പിച്ചെടുക്കുവാണ്. തീർച്ചയായിട്ടും. ബിസിനസ്, ഈ മൊബൈൽ ബിസിനസ് പഠിപ്പിച്ചെടുക്കുവാണ്. അല്ല, അവരൊക്കെ ബിസിനസ് കോഴ്സ് IBM ഒക്കെ കഴിഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പല ഏരിയകളും ഇപ്പോൾ അവരാണ് നോക്കുന്നത്. ഈ വാപ്പിച്ചിയൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ വാപ്പിച്ചി റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കം മുതൽ തന്നെ സാമ്പത്തികമായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് മെച്ചപ്പെട്ട കുടുംബത്തിലായിരുന്നല്ലോ. അതെ അല്ലേ? പക്ഷെ ഞാൻ ആ സമയത്ത് എൻ്റെ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഞാനൊരു ബിസിനസ് ചെയ്തിരുന്നു. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു? സ്കൂളിൽ കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഞാൻ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം ആ സമയത്ത് പിന്നെ ഗൾഫ് പോകാന്നുള്ള വലിയ സ്വപ്നമാണ്. പ്രത്യേകിച്ച് മലബാറുകാർക്ക് എന്ന് വെച്ചിട്ടാണ് എല്ലാ വീടുകളിലും ആൾക്കാരുണ്ടാവുമല്ലോ ഗൾഫിൽ. അപ്പം പഠിക്കുന്ന കാലത്ത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് പോകാമെന്നുള്ളൊരു ഇതാണ്. അപ്പം ഞാനും ഗൾഫിലേക്ക് പോയിരുന്നു. ആ ഗൾഫ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയെങ്കിലും തിരിച്ചു വരണമെന്നുള്ളതായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നായിഫ് റോഡിലായിരുന്നു താമസിച്ചത്, ദുബായിൽ, അറിയാലോ. അപ്പോൾ അവിടെ ഇതിൻ്റെ മൊബൈലിൻ്റെ വലിയ ഹബ്ബാണ്. അതെ അതെ അതെ. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐഡിയ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് വരിക, സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മളേതായ ഒരു സ്പേസ് കേരളത്തിലുണ്ടെന്നും തിരിച്ചു വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ദുബായ് പോയിട്ട് ബിസിനസ് ചെയ്യുമായിരുന്നു? അതോ? ബിസിനസ് അല്ല, ഞാൻ അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തായിരുന്നു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. എൻ്റെ ബ്രദർ എന്നെ ഒരു കമ്പനിയിൽ കയറ്റി. അവൻ്റെ ബ്രദറിൻ്റെ കമ്പനിയിലല്ലാതെ അവിടെ ഒരു കമ്പനിയിൽ തന്നെ ചെയ്തു. അപ്പം ജോലിയുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പം നന്നായിട്ട് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാൻ 4 മാസത്തെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 2008 ആ സമയത്താണ് 4 മാസം വർക്ക് ചെയ്തോളൂ. 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കയറി പോന്നോ? 4 മാസം കൊണ്ട് ഞാൻ അവിടെ കഷ്ടപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റി എനിക്ക്. ആ പഠിത്തമാണ് ശരിക്കും ഈ മൊബൈൽ ഫീൽഡിലേക്കുള്ള. ഈ ദുബായിക്ക് പോകുമ്പം വാപ്പിച്ചി എന്താണ് പറഞ്ഞത്? പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ ഇഷ്ടപ്രകാരം പോയതാണോ? ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം. വാപ്പിച്ചി പോകണ്ടെന്നോ പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല? അല്ലെങ്കിൽ വാപ്പിച്ചിയുടെ കൂടെ വേണമെങ്കിൽ നിൽക്കാം, ബിസിനസ് നിൽക്കാം. അതിലൊന്നും വാപ്പിച്ചിക്ക് സ്വന്തമായിട്ട് നമുക്കൊരു ഫ്രീഡം തരുന്നതാണ്. അപ്പം നമ്മളെല്ലാ സെലിബ്രിറ്റീസ് ആണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഇത് അന്ന് മുതൽ ഞാൻ 2006 തുടങ്ങിയ മുതൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആളുകളിലേക്ക് ഈ ബ്രാൻഡ് മീൻസ് അന്നത്തെ കാലത്ത് ബ്രാൻഡിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ഇതൊന്നുമില്ല. ഒരു 10ാമത്തെ ഷോറൂം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ അന്ന് മുതൽ പരസ്യങ്ങൾ ചെയ്യാൻ ഞാൻ തുടങ്ങിയിരുന്നു. റേഡിയോയിലായാലും ഇപ്പോൾ അന്ന് റെഡ് FM ഒക്കെ ആയിരുന്നു. റെഡ് FM 2007 റെഡ് FM, ക്ലബ്, പിന്നെ റേഡിയോ മാംഗോ. അപ്പോൾ അതേപോലെ പത്ര പരസ്യങ്ങൾ, ലീഫ്ലെറ്റ്സുകൾ, ഓട്ടോ ബ്രാൻഡിങ്, അങ്ങനെ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിംഗ്. അത് ഇന്നും തുടർന്ന് പോകുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പോകുന്നത്. അതെ അതെ. ആദ്യമായിട്ട് ഉപയോഗിച്ച ഫോൺ ഏതാണ്? എനിക്ക് തോന്നുന്നത് നോക്കിയയുടെ വലിയ ടൈപ്പ്. വലുതല്ല, ആ 7210 മോഡലാണ്. അതാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഉപയോഗിക്കാത്ത ഫോണുണ്ടോ? അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫോണുകൾ ഇപ്പം വെച്ചു കുറേ അൺബ്രാൻഡഡ് ആയത് ഇവിടെ കിട്ടാത്ത കുറേ ബ്രാൻഡുകൾ പുറത്തുണ്ടല്ലോ, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടില്ലേ. അപ്പം ഇതിനോട് ഒരു വലിയൊരു ക്രേസ് ഉള്ള ആളല്ല ഞാൻ. അപ്പോൾ ഇത് ഉണ്ടെങ്കിലും പക്ഷേ നമ്മൾ ആവശ്യങ്ങൾ നടന്നു പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒരു 3-4 ഫോൺ കയ്യിലുണ്ട്.